ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2014 ഏകദേശം 9 കോടി ടൺ ഇ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എങ്കിൽ 2020 ആകുമ്പോഴേക്കും എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ 9 കോടിയാണ് ഇനീഷ്യൽ നമ്പർ. 9 കോടി ടൺ 15% റേറ്റിലാണ് ഇൻക്രീസ് നടക്കുന്നത്. 2020 ആകുമ്പോഴേക്ക് എത്ര എന്നുള്ള നമുക്ക് എമൗണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇക്വേഷൻ ഉപയോഗിക്കാം. A = P × 1 + R/100 എന്ന് തന്നെ ഇക്വേഷൻ ഉപയോഗിക്കാം. സമം P ഇവിടെ 9 കോടിയാണ്. 9 crore 9 കോടി 9 കോടി × 1 + R എന്ന് പറയുന്നത് റേറ്റാണ്. റേറ്റ് ഇവിടെ നമുക്കറിയാം 15%. അപ്പോൾ റേറ്റ് 15/100 മൊത്തം പവർ 2014 2020 അപ്പോൾ 6 വർഷമാണ് നമുക്കുണ്ടാവുക. ആ കാൽക്കുലേഷൻ നമുക്ക് 9 crore എന്ന് പറയുമ്പോൾ 7 zeros വരും. ഇൻറ്റു 100 LCM എടുക്കുമ്പോൾ 115 നമ്മൾ ചെയ്താണ്. 100 15 115/100 മൊത്തം ⁻6. നമുക്കൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 20 കോടി 81,70,75,468 എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8,000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വില എന്തായിരിക്കും എന്നുള്ള ചോദ്യം. ഇവിടെ നമ്മൾ കുറയുകയാണ്. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ A = P × 1 - R/100 ഉപയോഗിക്കാം. P = 8,000 ആണ്. 1 - R എന്ന് പറയുമ്പോൾ 5%, 5/100 2 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കൃതിയിൽ 2 ഇടണം. അപ്പോൾ 8,000 × 100 LCM വരും. 100 - 5 വരും. അപ്പോൾ 95 വരും. 95/100 വരും. സമം ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. 8,000 × 95/100 7,220 ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ മൃഗമാണുള്ള കടുവ. ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. വാർഷികമായി 3% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. 2011 കടുവ സംരക്ഷണ അതോറിറ്റിയുടെ സെൻസസ് പ്രകാരം ഭാരതത്തിൽ 1,700 കടുവകളുണ്ട്. ഇങ്ങനെ തുടർന്നാൽ 2016 ആകുമ്പോൾ എത്ര കടുവകളുണ്ടാവും? 1,700 ആണ് ഇപ്പോൾ ഉള്ളത്. A = P × 1 - R/100 കടുവകളുടെ എണ്ണം കുറയുകയാണ്. P നമുക്കറിയാം ഇനീഷ്യൽ നമ്പർ 1,700 ആണ്. × 1 - റേറ്റ് ഡിക്രീസ് റേറ്റ് 3% 3/100 2011 16 വരേണ്ടത്. 2011 16 അപ്പോൾ നമുക്ക് 5 വർഷമാണ് കാലയളവ് ഉണ്ടാവുക. അപ്പോൾ 1,700 × 100 - 3 എന്ന് പറയുമ്പോൾ 97 വരും. 97/100 5 ആണ് വരിക. ഈ കൃതി 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. 1,700 × 0.97 5 വരും. ഇതിൻ്റെ കാൽക്കുലേറ്റർ നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നതാണ്. 1460 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും.